സംവരണ ബില്ല് നാളെ പാർലമെന്റ് ചർച്ചയ്ക്കെടുക്കാനിരിക്കെ ബില്ലിനെ എതിർക്കാൻ കോൺഗ്രസ്. മണ്ഡല പുനർനിർണയത്തെ എതിർത്ത് വോട്ട് ചെയ്യും. കോൺഗ്രസ് നേതൃയോഗത്തിലാണ് ധാരണയായത്. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, നാളെയാണ് വനിതാ സംവരണ ബില്ല് പാർലമെന്റ് ചർച്ചയ്ക്കെടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബില്ലിനെ എതിർക്കാൻ തന്നെ തയ്യാറാവുകയാണ് കോൺഗ്രസ്. അതുപോലെ തന്നെ മണ്ഡല പുനർനിർണയത്തെ എതിർത്തും വോട്ട് ചെയ്യാനൊക്കെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? വനിതാ സംവരണ ബില്ലിൻ്റെ മറവിൽ മണ്ഡല പുനർനിർണയ ബില്ല് കൂടി കൊണ്ടുവരുന്നതിനെതിരെയാണ് കോൺഗ്രസിന് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമുള്ളത്. അതായത് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുന്നത് തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും കോൺഗ്രസിനുൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രാതിനിധ്യം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അത്തരത്തിൽ ഒരു നീക്കത്തെ എന്ത് വില കൊടുത്തും എതിർക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നിർവാഹക സമിതി യോഗം ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ബില്ലിനെ എതിർക്കുവാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രധാനമായും പാർലമെൻറ്റിൽ വനിതകളുടെ എണ്ണം ഉയർത്തുക എന്നതായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. അതായത് 33% ഉയർത്തുക. അങ്ങനെ വരുമ്പോഴേക്കും പാർലമെൻറ്റിലെ അംഗബലം 850 ഉയരും. അപ്പോൾ തന്നെ മണ്ഡലങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതായത് 2011 സെൻസസ് അനുസരിച്ച് മണ്ഡല പുനർനിർണയം എന്നതിലേക്കായിരുന്നു മോദി സർക്കാരിൻ്റെ നീക്കം. പക്ഷേ അത് അംഗീകരിക്കാനാവില്ല. 2027 സെൻസസ് അനുസരിച്ചുള്ള മണ്ഡല പുനർനിർണയത്തിലേക്ക് വരണം എന്നൊരു നിർദ്ദേശം പ്രധാനമായും മുന്നോട്ട് വെച്ചു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് എതിർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യകക്ഷികളിലെ പല പാർട്ടികളും വലിയ തരത്തിലുള്ള വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. DMK തന്നെ നാളെ കരിദിനം ആചരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വീടുകളിലും മറ്റും അവർ കരിങ്കൊടി ഉയർത്തും. അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും വലിയ തരത്തിലുള്ള വിയോജിപ്പാണ് ഇപ്പോൾ ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ബില്ലിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ ബില്ല് പ്രാവർത്തികമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായൊരു പ്രാതിനിധ്യം നഷ്ടപ്പെടും എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. ഒരു പക്ഷേ നിയമസഭാ മണ്ഡലങ്ങളുടെയും പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെയും എണ്ണം ഉയരുമെങ്കിലും അത് കൃത്യമായി ജനസംഖ്യ ആനുപാതികമായി കണക്ക് വെച്ച് നോക്കുമ്പോഴേക്കും അത്തരത്തിലേക്കുള്ള ഒരു ഉയർച്ചയിലേക്ക് എത്തിച്ചേരില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും തെക്കൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ പ്രമുഖ സംസ്ഥാനങ്ങളൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വിയോജിപ്പ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാടും കേരളവും കർണാടകയും ഒക്കെ തന്നെ വിയോജിപ്പ് അറിയിക്കുന്നുണ്ട്. എന്തായാലും നാളെ ഈ ബില്ല് പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്കായി വരും. 3 ദിവസമാണ് ബില്ലിന്മേൽ ചർച്ച തീരുമാനിച്ചിരിക്കുന്നത്. 18 മണിക്കൂർ സമയം ചർച്ചയുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിയുടെ ആമുഖ പ്രസംഗത്തോടു കൂടിയായിരിക്കും ബില്ല് അവതരിപ്പിക്കുക. ബില്ലിൻ്റെ കോപ്പി കഴിഞ്ഞ ദിവസം തന്നെ പാർലമെൻറ്റ് അംഗങ്ങൾക്കും നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചില പ്രതിസന്ധികൾ അല്ലെങ്കിൽ ചില സംശയങ്ങൾ ഇപ്പോഴും ഈ അംഗങ്ങൾക്ക് മുന്നിൽ ഉണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് അംഗബലം 850 ഉയർത്തുമ്പോഴേക്കും 815 പേർ പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരും ബാക്കി 35 പേർ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ളവരുമായിരിക്കുമെന്നാണ് ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ 815 പേരെ തിരഞ്ഞെടുക്കുമ്പോഴും ഇതിനകത്ത് വനിതാ സംവരണം എന്ന് പറയുമ്പോൾ കൃത്യമായി പട്ടികജാതി പട്ടികവർഗ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത പറയുന്നില്ല. ഒപ്പം 15 വർഷത്തേക്കായിരിക്കും ഒരു വനിതാ സംവരണ മണ്ഡലം തിരഞ്ഞെടുക്കുക. അതിനുശേഷം റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ വീണ്ടും മണ്ഡലങ്ങൾ മാറപ്പെടും അല്ലെങ്കിൽ പുനഃക്രമീകരിക്കപ്പെടും. ഇത്തരത്തിൽ വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങൾ കൂടി ആ ബില്ലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബില്ലിനെ പൂർണ്ണമായും എതിർക്കുവാൻ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല പാർലമെൻറ്റിൽ ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ ഒരു ഭേദഗതി ആയതുകൊണ്ട് തന്നെ 2% പിന്തുണ അനിവാര്യമായി വരും. അത്തരത്തിൽ 2 വിഭാഗം മെമ്പർമാരുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബില്ല് പരാജയപ്പെടും. ബില്ല് പരാജയപ്പെട്ടാൽ തന്നെയും BJP അടുത്ത തന്ത്രം ഉപയോഗിക്കും. അതായത് ബില്ല് വനിതകൾക്ക് പരമാവധി സംവരണം നൽകുക എന്നുള്ള നാരീശക്തി ബന്ധൻ എന്ന് പറയുന്ന ബില്ലിനെ കോൺഗ്രസ് പരാജയപ്പെടുത്തിയ തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ട് വീണ്ടും BJP രംഗത്തെത്തും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ബില്ലിനെ എതിർക്കുന്ന കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റയടിക്ക് എതിർക്കുകയല്ല, പക്ഷേ ആശങ്കകൾ നീക്കുന്നതിൽ BJP സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. അത്തരത്തിൽ ആശങ്കകൾ മാറ്റാതെ വളരെ വേഗത്തിൽ ഒരു ബില്ല് എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് അവരുടെ വിയോജിപ്പും എതിർപ്പും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ പല ഘടകകക്ഷികളും ഈ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം തമിഴ്നാട്ടിൽ ഉണ്ടാകുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നിലവിൽ വലിയ തരത്തിലുള്ള വിയോജിപ്പുകൾ തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ എതിർത്താലും ഒപ്പം തന്നെ ഇതിനെ അനുകൂലിച്ചാലും അതൊരു നേട്ടമാക്കി മാറ്റാൻ
കാരണവശാലാണ് BJPയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായ നീക്കം. അത് എത്ര കണ്ട് തടയണം അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ തടയിടണമെന്ന കാര്യത്തിൽ കോൺഗ്രസും ആലോചിച്ച് വരികയാണ്. എന്തായാലും ഇന്ത്യ സഖ്യത്തിനകത്തുള്ള ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധി കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസും വലിയ തരത്തിൽ വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വനിതാ സംവരണ ബില്ല് എന്ന പേരിൽ അതിൻ്റെ മറവിൽ കൊണ്ടുവരുന്ന മണ്ഡല പുനർനിർണ്ണയം എന്നുള്ളത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. മണ്ഡലങ്ങൾക്ക് കൃത്യമായ ഒരു പ്രാതിനിധ്യം ലഭിക്കാതെ പോകുന്നൊരു സാഹചര്യമുണ്ടെന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത്. അങ്ങനെ രാഷ്ട്രീയപരമായി പല രാഷ്ട്രീയ പാർട്ടികളുടെയും വിയോജിപ്പ് ഈ ബില്ലിനെതിരെ ഉണ്ട്. എങ്കിൽ തന്നെയും ഈ ബില്ലിനെ എതിർത്ത് പരാജയപ്പെട്ടാലും അത് വലിയ തരത്തിൽ ഒരു നേട്ടമായി BJP കാണും. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു രാഷ്ട്രീയ അജണ്ട തയ്യാറാക്കി ഈ ബില്ലിനെ നേരിടാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ നീക്കം. ശരി, വ്യക്തമാണ്. നാളെ പാർലമെന്റ് വനിതാ സംവരണ ബില്ല് ചർച്ചയ്ക്കെടുക്കാനിരിക്കെ ബില്ലിനെ എതിർക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. മണ്ഡല പുനർനിർണ്ണയത്തെ എതിർത്തും വോട്ട് ചെയ്യാനാണ് കോൺഗ്രസ് നേതൃത്വ യോഗത്തിൽ ധാരണയായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് DB നോയാണ്. മണ്ഡല പുനർനിർണ്ണയത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മണ്ഡല പുനർനിർണ്ണയം എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ധൃതിയിൽ നടത്താൻ ശ്രമിക്കുന്നത് സാധാരണ ഭരണപരിഷ്കാരം എന്ന നിലയിൽ ചുരുക്കിക്കാണാനാവില്ല. അത് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്ന ഗുരുതരമായ സംശയമാണ് ഉയർന്നിട്ടുള്ളത്. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ബില്ലും 2011 സെൻസസ് അടിസ്ഥാനമാക്കി മുന്നോട്ട് വയ്ക്കുന്ന അതിലെ നിർദ്ദേശങ്ങളും സംസ്ഥാനങ്ങളുടെയും അവകാശങ്ങളുടെയും തുല്യനീതിയെയും സാരമായി ബാധിക്കുന്നതാണ്. സംസ്ഥാനങ്ങളുമായി സമവായത്തിലെത്താതെയാണ് ഇത്തരം നിർണായക വിഷയത്തിൽ കേന്ദ്രം മുന്നോട്ട് പോകുന്നത് എന്നത് തന്നെ ആശങ്കാജനകമാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഫെഡറൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായ ബഹുമാനവും യുക്തസഹമായ പ്രാതിനിധ്യവും ഉറപ്പാക്കണം. ഇല്ലെങ്കിൽ മണ്ഡല പുനർനിർണ്ണയ ബിൽ രാഷ്ട്രീയാധിപത്യം നിയമവിധേയമാക്കാനുള്ള കുറുക്കു വഴിയായിട്ടായിരിക്കും വിലയിരുത്തപ്പെടുക. കേന്ദ്ര സർക്കാർ ഈ ജനാധിപത്യ വിരുദ്ധ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.